നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ INT എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് കോസസ് ആണ്, അതായത് ഹാർട്ട് ഡിസീസുകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് തന്നെയാണ്. അതിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, സ്മോക്കിംഗ്, ആൽക്കഹോള്, ഇതൊക്കെ നമ്മളെ ലൈഫ് സ്റ്റൈലിനെ റിലേറ്റഡ് ആയിട്ടാണ്. അതനുസരിച്ച് നമ്മൾക്ക് നമ്മളുടെ ഹാർട്ടിന്റെ കണ്ടീഷൻ ചേഞ്ച് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മേ ബി ചിലപ്പോൾ ഫാമിലി ഹിസ്റ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജനറ്റിക് ആയിട്ട് നമുക്ക് ഈ ഒരു ഹാർട്ട് ഡിസീസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഏജും ജെൻഡറും വെച്ചിട്ട്, അതായത് നമുക്ക് ഹാർട്ട് ഡിസീസുകൾ ഓരോ ഏജ് അനുസരിച്ച് നമുക്ക് വരാം. പിന്നെ പറയുന്നത് നമുക്ക് കൂടുതലും മെൻസിനാണ് ഈ ഒരു, അതായത് മെയില് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കൂടുതലും മെയിൽസിനാണ് ഈ ഒരു ജെൻഡർ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഓക്കെ, കൂടുതലായിട്ട് പിന്നെ പറയുന്നത് വുമൻസിൽ വരുന്നത് പ്രഗ്നൻസി ടൈമിലായിരിക്കാം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഹൈപ്പർ ടെൻഷൻ കാരണം കൊണ്ട്, അതായത് ഹൈ ബ്ലഡ് പ്രഷർ വരുന്ന സമയത്ത്, അതേപോലെ തന്നെ കൊളസ്ട്രോളിന്റെ ലെവൽ കൂടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹാർട്ട് ഡിസീസുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അതർ മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ ഒബേസിറ്റി ഉള്ളവർക്ക്, ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസുകൾ ഉള്ളവർക്ക്, ഇവർക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാർഡിയാക്കിന്റെ കണ്ടീഷൻ ചേഞ്ച് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കാം നമുക്ക് നോർമലി കാണപ്പെടുന്നതിന്? ചെസ്റ്റ് പെയിൻ ഓർ ഡിസ്കംഫർട്ട്, അതായത് നമുക്ക് ചെസ്റ്റിലാണ് നമുക്ക് പെയിൻ വരുന്നത്, നല്ല പ്രഷർ ഉള്ള പോലെ, അതായത് ഒരു പ്രഷർ വരുന്ന പോലെ തോന്നും. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ ടൈറ്റൻ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ സ്ക്വീസിങ്, ഇങ്ങനെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സിംറ്റം. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, നമുക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡ് ആവണ പോലെ, അതായത് ഫാറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന പോലെ തോന്നും. പിന്നെ നമ്മളുടെ ലെഗ്സ്, ആങ്കിൾസ്, അബ്ഡോമിനൊക്കെ സ്വെല്ല് ചെയ്യുന്ന പോലെ തോന്നും. പിന്നെ പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, നമുക്ക് എന്താണ് ഡിസ്നെസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നോസിയ, അതേപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ ആവുന്ന സമയത്ത് ഫ്ലൂയിഡ് പമ്പ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന സൈൻസ് ആൻഡ് സിംറ്റംസിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഡയഗ്നോസ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഫസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ആണ്. അത് നമുക്ക് ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ്. അതായത് നമ്മളുടെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾ പറയുന്നതിലൂടെ നമുക്ക് ഇതിനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതും, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേറെ അസുഖങ്ങൾക്ക് എടുക്കുന്നുണ്ടോ, മരുന്നുകൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പറയുന്നതിലൂടെ ഡോക്ടേഴ്സിന് നമുക്ക് ഇതിനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു അസുഖം ഇപ്പോൾ നമ്മളുടെ നിലവിലുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബ്ലഡ് ടെസ്റ്റുകൾ, അതായത് ലിപ്പിഡ് പ്രൊഫൈല്, അതേപോലെ തന്നെ കാർഡിയാക് എൻസൈംസ്, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ECG ആണ്. ECG വഴി നമുക്ക് എന്തെങ്കിലും ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്കോ കാർഡിയോഗ്രാം വഴി. അതുപോലെ തന്നെ സ്ട്രെസ് ടെസ്റ്റുകൾ, അതിൽ വരുന്നതാണ് എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ്. പിന്നെ പറയുന്നത് സ്ട്രെസ് എക്കോ കാർഡിയോഗ്രഫി ഓർ ന്യൂക്ലിയർ സ്ട്രെസ് ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡുകളാണ്. നെക്സ്റ്റ് പറയുന്നത് കാർഡിയാക് കത്തീഡ്രൈസേഷൻ ആൻഡ് ആൻജിയോഗ്രഫി. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മള് ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ത്രെഡിങ്ങോ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ചെയ്തിട്ട് അത് നമ്മളുടെ ബ്ലോക്കേജ് അല്ലെങ്കിൽ നേരോയിങ് ഒക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡിയാക് കത്തീഡ്രൈസേഷൻ അല്ലെങ്കിൽ ആൻജിയോഗ്രഫി നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് CT അല്ലെങ്കിൽ MRI സ്കാൻ. അതുവഴി നമുക്ക് കാർഡിയാക് MRIയും കൊറോണറി ആൻജിയോഗ്രഫി വഴി CT, അതിന്റെ CTയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ബ്ലോക്ക്, എത്രത്തോളം ബ്ലോക്കുകൾ ഉണ്ട്, അതിന്റെ തീവ്രത എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് പ്രൊസീജിയേഴ്സ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നമുക്കിനി വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. അതായത് നമുക്കിപ്പോ എന്താണ് ഇത് വരാനുള്ള കാരണങ്ങൾ എന്നുണ്ടെങ്കിൽ ആ കാരണത്തെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് തന്നെ വരുന്നത്. അപ്പൊ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, ഡയറ്റ് പ്രോപ്പർ ആക്കുക, എക്സസൈസുകൾ ചെയ്യുക, സ്മോക്കിംഗ് ആൽക്കഹോളിംഗ് ഒക്കെ മാക്സിമം നിർത്താൻ നോക്കുക, മെഡിക്കേഷൻസ് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കഴിക്കുക, ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻസ്, ആന്റി പ്ലേറ്റ്ലെറ്റ് ഏജന്റ്സ്, മെഡിക്കേഷൻസ് ഫോർ ഹാർട്ട് ഫെയിലിയർ, ഇങ്ങനെ പല
ടൈപ്പിലുള്ള മെഡിസിനുകൾ ഉണ്ടായിരിക്കും. പിന്നെ പ്രൊസീജിയേഴ്സ് പറയുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെന്റ് പ്ലേസ്മെന്റ്. പിന്നെ പറയുന്നതാണ് ഈ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെന്റ് പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതൊരു ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. നമ്മളുടെ കൊറോണറി ആർട്ടറീസിൽ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ നെരോയിങ്ങോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബലൂൺ കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ, ആ ഒരു ആർട്ടറിനെ ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് പെർക്യൂട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ, അതായത് എന്താണ്, അതൊരു ആൻജിയോപ്ലാസ്റ്റി റിലേറ്റഡ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഒരു സ്റ്റെന്റ് പ്ലേസ്മെന്റ് ചെയ്ത് ബ്ലഡ് ഫ്ലോ ഹാർട്ടിലേക്കുള്ളത് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇംപ്ലാന്റബിൾ ഡിവൈസസ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ അരിത്തീമിയാസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ഹാർട്ട് ബീറ്റിന്റെ റിതം കറക്റ്റ് അല്ലാത്തൊരു സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്, പേസ് മേക്കേഴ്സ് ഒക്കെ ഇംപ്ലാന്റ് ചെയ്യും അല്ലെ. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറാണ് ഇംപ്ലാന്റ് ഡിവൈസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സർജറീസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, അതായത് CABG. എന്താണ്, നമ്മുടെ ബ്ലോക്കഡ് ആയിട്ടുള്ള കൊറോണറി ആർട്ടറീസിനെ, ബ്ലഡ് വെസൽസിനെ ഒക്കെ നമുക്ക് സർജറി ചെയ്ത് അത് ബ്ലോക്കുകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹാർട്ട് വാൽവിന്റെ സർജറീസ്, ഹാർട്ടിന്റെ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന സർജറീസിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് കാർഡിയാക് റീഹാബിലിറ്റേഷൻ ആണ്. അതായത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, എക്സസൈസ്, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, ഇതൊക്കെ നമുക്ക് പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന്റെ സർജറീസ്, ക്രോണിക് ആയിട്ടുള്ള ഹാർട്ട് കണ്ടീഷൻസിനെയൊക്കെ മാക്സിമം നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിൽ നിന്ന് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രിവെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ അസുഖങ്ങളൊക്കെ വരുന്നത് മാക്സിമം പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യാം. അത് നമുക്ക് ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടും സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റുകൾ, റെഗുലർ എക്സസൈസ്, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് പേഷ്യൻസിന് കൊടുക്കുക. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇതൊക്കെ ഈ ഒരു ഹാർട്ട് ഡിസീസുകളിൽ നിന്ന് മാക്സിമം നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏർലി ഡിറ്റക്ഷൻ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്.